വെൽക്കം ടു ഗ്ലിറ്റ്സ് ഇന്ത്യ ഫാഷൻസ്. ഐ എം റസീന ചെമ്പാണ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് ടോപ്പ് ആൻഡ് റെഡി ടു വെയർ ആയിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടമിൻ്റെ കളക്ഷൻ. അടിപൊളി പാറ്റേൺ ആണ്, കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. നല്ല സോഫ്റ്റ് ഫിനിഷുള്ള ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത്. ബുക്കിംഗ്സ് സൈറ്റ് തന്നെ ചെയ്യുക. www.glitzindia.in സൈറ്റ് ഐ ഡി. നിങ്ങൾക്ക് ഈ സൈറ്റ് ബുക്ക് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം. 9562251075 ആൻഡ് 8075551153. ഈ രണ്ട് നമ്പേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗ്ലിറ്റ്സ് ഇന്ത്യയുടെ വീഡിയോസ് നമ്മുടെ പേജസിൽ മാത്രമേ പോസ്റ്റ് ചെയ്യുന്നത്, വേറെ പേജസിലൊന്നും പോസ്റ്റ് ചെയ്യാറില്ല. സൈറ്റുമാണ് ബുക്കിംഗ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് ഈ രണ്ട് നമ്പേഴ്സ് മാത്രമാണ് കേട്ടോ. ഫേക്ക് പേജസ് ഒരുപാടുണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ അവർ കോപ്പി ചെയ്ത് 100, 199 എന്നൊക്കെ പറഞ്ഞിടുന്നുണ്ട്. അതിലൊന്നും പോയി ബുക്ക് ചെയ്യാതിരിക്കുക, ദയവ് ചെയ്ത് ബുക്ക് ചെയ്യാതിരിക്കുക. നമ്മുടെ സൈറ്റ് പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യുക. ഫസ്റ്റ് വൺ വരുന്നത് പിങ്ക് കളർ. നല്ല ഈ ഫാബ്രിക് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, ടോപ്പ് ആൻഡ് ബോട്ടം സ്ട്രെയിറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര കംഫർട്ടബിൾ ആണ്, നല്ല സുഖമായിട്ട് നിങ്ങൾക്ക് ഇടാം. കോട്ടനും റയോണും കൂടി മിക്സ് ആയിട്ടുള്ളൊരു പ്രിൻറ്റഡ് ഫാബ്രിക്കാണ്. അതിൻ്റെ പാറ്റേൺ ആണെങ്കിലും വീനക്ക് വന്നിട്ട് ഇതിവിടെ ഇങ്ങനെ ചെറിയ ബട്ടൺ യോക്ക് കൊടുത്തിട്ട് ചെറിയ പ്ലീറ്റിങ് കൊടുത്തേക്കാം. എന്നിട്ട് ഫ്രണ്ടിൽ ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ട് കൂടെ സ്ട്രെയിറ്റ് പാൻറ്റും കൂടി പെയർ ചെയ്യുന്നുണ്ട്. സ്ട്രെയിറ്റ് പാൻറ്റ് ഒരു സ്ട്രൈപ്സ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. ഈ സ്ലീവ്സിൻ്റെ എൻഡിൽ നമ്മൾ അതിൻ്റെ തന്നെ പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 1250 ആണ് റേറ്റ്. ഇതിൻ്റെ യോക്ക് വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് ലൈനിങ് കൊടുത്തിട്ടില്ല, പക്ഷേ ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല. സ്ട്രെയിറ്റ് പാൻ്റ് ആണ് ഇത് കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ അറ്റയറാണ്. 38-44 സൈസാണ് അവൈലബിൾ. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ്, ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്. നല്ല രസമുള്ള പ്രിൻറ്റും നല്ല സോഫ്റ്റ് ഫിനിഷുള്ള കോട്ടൺ റയോൺ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. വീനെക്ക് പാറ്റേൺ ഇതുപോലെ പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട്. യോക്ക് കൊടുത്തിട്ട് പ്ലീറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ യോക്ക് വരെ ലൈനിങ് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ്. ഫ്രണ്ടിൽ ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് പാൻ്റ് ആണ് പെയർ ചെയ്തേക്കുന്നത്. 1250 ആണ് റേറ്റ്. സ്ലീവ്സിൻ്റെ എണ്ണിൽ ഇതുപോലെ നല്ല കംഫർട്ടബിൾ ആണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. നമുക്ക് ഇടുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓഫീസ് ഗോയിങ്ങിനും ഒഫീഷ്യൽ വെയറിനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. 1250 ആണ് റേറ്റ്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഡിഫറെൻറ്റ് പാറ്റേണിൽ വന്നിട്ടുള്ള കുർത്തി, ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ടയാണ് കേട്ടോ. കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ. യോക്ക് വന്നിട്ട് കോളനൊക്കെ വന്നിട്ട് ഇതുപോലെ ഒരു പാച്ച് അറ്റാച്ച് ചെയ്ത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പ്യുവർ കോട്ടൺ ആണ് ഇത് വന്നേക്കുന്നത്. നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാം. യോക്കും താഴേക്ക് ഈ ഒരു നമ്മുടെ പാച്ച് ഇതുപോലെ കൊടുത്തിട്ട് താഴെ വരെ ചെറിയൊരു സ്ലിറ്റിങ് കൊടുത്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് പാൻ്റ് ആണ് പെയർ ചെയ്തേക്കുന്നത്. കുറച്ച് ലൂസ് ഫിറ്റ് സെമി പല്ലാസോ പോലെ കിടക്കുന്ന ഒരു ബോട്ടം ആൻഡ് ദുപ്പട്ട. ഇത് ഭയങ്കര സ്റ്റൈലിഷ്, ഒരു ഡിഫറെൻറ്റ് ലുക്കിൽ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്നൊരു സെറ്റാണ്. 1695 ആണ് റേറ്റ്. നല്ല പക്കാ ട്രഡീഷണൽ സെറ്റ് ഉണ്ട്. യോക്കിൽ ചെറിയ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു വർക്ക്. നല്ല ഭംഗിയുള്ള പാറ്റേൺ. 38-44 സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഔട്ട്ലുക്ക് വരുന്നത് എങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഇതുപോലെ നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ. യോക്ക് നെക്ക് കണ്ടോ, ഇതുപോലെ കോളർ നെക്ക് വന്നിട്ട് ഇങ്ങനെ ഈ ഒരു പാച്ച് താഴത്തേക്ക് പോയിട്ട് ഇവിടെ ഇങ്ങനെ സ്ലിറ്റ് കൊടുത്തേക്ക്. സെയിം ഈ പാച്ചിൽ വന്നേക്കുന്ന അതേ ഫാബ്രിക്കാണ് ബോട്ടത്തിന് കൊടുത്തേക്കുന്നത്. ദുപ്പട്ട നല്ല ലെങ്ത്തും കൊടുത്തത്. ദുപ്പട്ട പ്യുവർ കോട്ടൺ, വിത്തൗട്ട് ദുപ്പട്ട വേണമെങ്കിലും വേറെ ചെയ്യാം. നല്ല സ്റ്റൈലിഷ് അറ്റയറാണ്. 1695 ആണ് റേറ്റ്. 38-44 അല്ലെങ്കിൽ ചിലതിന് 46 സൈസ് വരെ അവൈലബിൾ ആണ്. ഭയങ്കര സോഫ്റ്റ് ഫിനിഷാണ്, ഭയങ്കര ക്ലാസി എലഗൻ്റ് ആയിട്ടുള്ള ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു മറൂൺ ഷെയ്ഡാണ്. നല്ല നല്ല ഷെയ്ഡ്സാണ് ഇതെല്ലാം വന്നേക്കുന്നത്. ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ടയാണ്. ടോപ്പ് കണ്ട നല്ലൊരു യോക്ക് വന്നിട്ട് ഇതുപോലെ ചെറിയ പ്ലീറ്റിംഗ് കൊടുത്തേക്കുക. 1899 ആണ് റേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ 1895 ആണ് പറഞ്ഞത്. സ്ട്രെയിറ്റ് പാൻ്റ് ആണ് പെയർ ചെയ്തേക്കുന്നത്. ആ ഒരു യോക്കിൽ കൊടുത്തേക്കുന്നത് അതേ ഫാബ്രിക് വെച്ചിട്ടാണ് സ്ട്രെയിറ്റ് പാൻ്റ് ചെയ്തേക്കുന്നത്. വിത്തൗട്ട് സ്ലിറ്റ് ആണ്. നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് കൂടെ പെയർ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഒരു പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഐറ്റാണ് കേട്ടോ. നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റാണ്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ 1-2 വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് അപ്ഡേറ്റ്സ് വരും. നമ്മുടെ ഷോപ്പ് വരുന്നത് ആലപ്പുഴയിൽ, തിരുവമ്പാടിയിലും, എറണാകുളത്ത്, തൃപ്പൂണിത്തുറ ലെസൺ ജംഗ്ഷനിലുമാണ്. വരാൻ പറ്റുന്ന കസ്റ്റമേഴ്സ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നോക്കി ഫീൽ ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അതർ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല
ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസ് ആണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ, ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.